ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജനുവരി 1 മുതൽ നാം നോക്കുമ്പോൾ ഇന്ന് 195-ാമത്തെ ദിവസമാണ്. ഇന്ന് 566-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ കണ്ട ദിവ്യ ദർശനം. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ കണ്ട ദിവ്യ ദർശനം. ക്രിസ്തുവിന് 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹൂദ്യയിൽ ജീവിച്ച ഒരു പ്രവാചകനാണ് യെശയ്യാവ്. ഊസിയ രാജാവ് മരിച്ച ആണ്ടിലാണ് അദ്ദേഹം ഈ ദിവ്യദർശനം കണ്ടത്. അത് BC 735-ാം ആണ്ടിനോട് അടുത്ത് ആയിരിക്കണം. ഊസിയാവ് മഹാനും പ്രഗത്ഭനുമായ ഒരു രാജാവായിരുന്നു. 55 വർഷം അദ്ദേഹം യഹൂദ രാജ്യം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് രാജ്യമെങ്ങും സമാധാനവും ഐശ്വര്യവും നിലനിന്നിരുന്നു. ഏറ്റവും പരിതാപകരമായ സാഹചര്യത്തിലാണ് അദ്ദേഹം നാട് നീങ്ങുന്നത് എന്ന് 2 രാജാക്കന്മാർ 15-ലും 2 ദിനവൃത്താന്തം 26-ലും നമുക്ക് കാണുവാൻ സാധിക്കും. ദേവാലയത്തിൽ ധൂപം കാട്ടുന്നതിനുള്ള ചുമതല പുരോഹിത വംശത്തിന് മാത്രമുള്ളതായിരുന്നു. എന്നാൽ ഒരു ദിവസം രാജാവ് ദേവാലയത്തിൽ ചെന്ന് ധൂപം കാട്ടിയതിനാൽ അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായി തീർന്നു. കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു. രാജാവിൻ്റെ മരണം യഹൂദ്യയിലെ രാജ്യസ്നേഹികൾക്കെല്ലാം ഉത്കണ്ഠയ്ക്ക് കാരണമായി തീർന്നു. നൂറ്റാണ്ടിലധികം രാജ്യത്തെ ഐശ്വര്യത്തോടെ ഭരിച്ച പ്രഗത്ഭനായ രാജാവ് നാട് നീങ്ങി. രാജ്യഭാരം കയ്യേൽക്കേണ്ടിയിരുന്നത് ഭരണകാര്യങ്ങളിൽ വലിയ പരിചയമൊന്നുമില്ലാത്തവനും കേവലം അപ്രാപ്തനുമായ യോഥാം രാജകുമാരൻ ആയിരുന്നു. അന്ന് യെശയ്യാവ് ഒരു യുവാവായിരുന്നു. ഒരു ഉത്കൃഷ്ട കുടുംബത്തിൽപ്പെട്ടവനും രാഷ്ട്രീയ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടവനുമായിരുന്നു അയാൾ. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് സമാധാനമായ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നതിന് വേണ്ടിയും ഉത്കണ്ഠ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നു അദ്ദേഹം. ആ കാലത്ത് ഒരു ദിവസം യെശയ്യാവ് ദേവാലയത്തിൽ പോയി രാജ്യത്തിൻ്റെയും യഹൂദ ജനതയുടെയും ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവ്യ ദർശനം കണ്ടു. പ്രസ്തുത ദർശനം അയാളുടെ ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തി. ആ ദർശനത്തിലെ വസ്തുതകൾ നമുക്ക് ധ്യാനത്തിനായി 3 വിഭജിച്ച് ഒന്ന് നോക്കാം. ഒന്നാമത്തത്, അത് ദൈവത്തെ സംബന്ധിച്ചിട്ടുള്ള ദർശനം ആയിരുന്നു. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതായാണ് യെശയ്യാവ് കണ്ടത്. ഈ ലോകത്തിലെ രാജ്യത്വത്തിനും കർത്തൃത്വത്തിനും മീതെ രാജാതിരാജാവും കർത്താവുമായ സർവശക്തിയുള്ള ദൈവം തൻ്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറഞ്ഞിരുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ ചൈതന്യം എങ്ങും നിലനിന്നിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. അവർക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി. അത് ദൈവ മുമ്പാകെയുള്ള അവരുടെ ആദരവിനെ കാണിക്കുന്നു. 2 കൊണ്ട് അവർ കാൽ മൂടി. ദൈവം മുമ്പാകെയുള്ള അവരുടെ വിനയത്തിൻ്റെ അടയാളമാണത്. 2 കൊണ്ട് അവർ പറന്നു. വിരിച്ച ചിറകുകൾ ദൈവേഷ്ടം ചോദ്യം കൂടാതെ തൽക്ഷണം അനുസരിക്കുന്നതിനുള്ള അവരുടെ സന്നദ്ധതയെ പ്രസ്പഷ്ടമാക്കുന്നു. അവർ പരസ്പരം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ദേവാലയത്തിൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. ദേവാലയത്തിൻ്റെ വിശുദ്ധിയെ അവർ വാഴ്ത്തി പുകഴ്ത്തിയപ്പോൾ ആലയത്തിലെങ്ങും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം സംജാതമായി. ഇതുപോലെയുള്ള ഒരു ദിവ്യ ദർശനം യെശയ്യാവിന് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ ശക്തിയെയും വിശുദ്ധിയെയും മഹത്വത്തെയും പൂർവാധികം തെളിവായി അന്ന് അദ്ദേഹം കണ്ടു. രണ്ടാമത്തേത്, അത് യെശയ്യാവിൻ്റെ സ്വന്തം ജീവിതാവസ്ഥയെ പറ്റിയുള്ള ഒരു ദർശനം ആയിരുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെയും മഹത്വത്തിൻ്റെയും മഹിമയുടെയും മുമ്പാകെ പ്രവാചകൻ തന്നെ കണ്ടു. അപ്പോൾ അയാൾ
നിലവിളിച്ചു പറഞ്ഞു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളോടുകൂടിയ മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. യെശയ്യാവ് തന്റെ അശുദ്ധനായിരിക്കുമ്പോൾ തന്നെ ദൈവ സന്നിധിയിൽ കടന്നു ചെന്നു. എന്നാൽ അവൻ ദൈവമുമ്പാകെ അത്യന്തം വിനയപ്പെടുകയും തൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് അനുദപിക്കുകയും ചെയ്തതിനാൽ ദൈവത്തിൽ നിന്ന് പാപമോചനവും ശുദ്ധീകരണവും പ്രാപിച്ചു. മാലാഖമാരിൽ ഒരാൾ കുടിൽ കൊണ്ട് സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് യെശയ്യാവിൻ്റെ അടുക്കൽ പറന്നു ചെന്ന് അതുകൊണ്ട് അവൻ്റെ ആദരങ്ങളെ തൊട്ട് പറഞ്ഞു, ഇതാ, ഇത് നിന്റെ ആദരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തേത്, യെശയ്യാവ് തൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെ പറ്റിയുള്ള ഒരു ദർശനം കണ്ടു എന്നതാണ്. പാപത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ചപ്പോൾ അയാൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്നുള്ള ദൈവത്തിന്റെ ചോദ്യത്തിന് പ്രത്യുത്തരമായി അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. യെശയ്യാവ് തന്നെ ദൈവ സേവയ്ക്കായി സമർപ്പിച്ചു. തൻ്റെ ദൗത്യം എന്തായിരിക്കുമെന്ന് അറിയാതെ ആയിരുന്നു ഈ സമർപ്പണം. 6-ാം അധ്യായം മുഴുവനും വായിച്ചു നോക്കുമ്പോൾ ദൈവം യെശയ്യാവിനെ ഏൽപ്പിച്ച ദൗത്യം എത്ര വൈഷമ്യമേറിയതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക എന്ന് 6-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള ഭാഗത്തെ യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ശുശ്രൂഷയുടെ ഫലത്തെപ്പറ്റി നിരാശാജനകമായ ഒരു മുന്നറിയിപ്പും അവന് ലഭിച്ചു. പ്രവാചകന്റെ സന്ദേശം ഇസ്രായേൽ ജനങ്ങളുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നാലും അവൻ ജനങ്ങളോട് പ്രവചിച്ചു കൊണ്ടിരിക്കണം എന്നായിരുന്നു അരുളപ്പാട്. എത്ര നിരാശാജനകമായ ഒരു നിയോഗം എങ്കിലും പ്രത്യാശയുടെ ഒരു രശ്മി ഈ നിയോഗത്തിൽ കാണുന്നുണ്ട്. അവൻ്റെ പ്രവചന ശുശ്രൂഷ കൊണ്ട് പ്രത്യക്ഷത്തിൽ ഒരു ഫലവും ഉണ്ടാകുകയില്ല. എങ്കിലും കരിമരവും കരിവേലകവും വെട്ടിയാൽ അവയുടെ കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. അവൻ്റെ പ്രവചന ശുശ്രൂഷയുടെ ആത്യന്തിക ഫലമായി ദൈവജനത്തിന് ഒരു പുതിയ ആരംഭം സാധ്യമായി തീരും. യെശയ്യാവ് വളരെ വൈഷമ്യമേറിയ ഒരു പ്രവചന ശുശ്രൂഷയ്ക്കായി സ്വയം അർപ്പിച്ചു. നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഒരു ദിവ്യ ഉദ്ദേശ്യമുണ്ട്. അതെന്താണെന്നും മനസ്സിലാക്കുന്നതിനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനും കഴിഞ്ഞാൽ മാത്രമേ ജീവിതം സഫലമാകുകയുള്ളൂ. അങ്ങനെയാണ് ദൈവത്തിന് ലോകത്തെ സംബന്ധിച്ചിട്ടുള്ള വലിയ ഉദ്ദേശ്യങ്ങളിൽ നമ്മുടെ പങ്ക് നിർവഹിക്കുവാൻ നമുക്ക് കഴിയുന്നത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദിനം തോറുമുള്ള ജീവിതത്തെയും വേലയെയും സംബന്ധിച്ച ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഗ്രഹിച്ച് അത് നിവർത്തിക്കുവാനായി നാം ശ്രമിക്കേണ്ടതാണ്. പ്രതിദിനം പ്രഭാത ജാഗരണത്തിനായി നാം ദൈവസന്നിധിയെ സമീപിക്കുന്നുവല്ലോ. ദൈവത്തെ പൂർവാധികം തെളിവായി അറിയുന്നതിനും ഭക്തിയോടെ ആരാധിക്കുന്നതിനുമുള്ള തീവ്രമായ ആഗ്രഹത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും വളരുവാൻ അത് സഹായകരമാകും. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെയും മഹത്വത്തിൻ്റെയും വെളിച്ചത്തിൽ നമ്മെ തന്നെ കാണുവാനും സത്യമായ അനുതാപത്തോടുകൂടി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും പരിശുദ്ധാത്മ സഹായത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നാം വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് വളരുന്നത്. പാപമോചനവും ശുദ്ധീകരണവും പ്രാപിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഗതം തെളിവായി ഗ്രഹിക്കുവാൻ ദൈവാത്മ സഹായം ലഭിക്കും. അങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും അർപ്പണ ബോധത്തോടും കൂടി ഓരോ ദിവസത്തെയും ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും ദൈവ തിരുമുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ബാക്കിയുള്ള ജീവിതം സന്തോഷപ്രദമായി അനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ ഇടയാക്കുമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.